നമസ്തേ. നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിനെ തകർക്കുക, അവിടെ മനസ്സമാധാനം ഇല്ലാതെയാക്കുക, അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പോൾ കുടുംബത്തിൻ്റെ അകത്തും കുടുംബത്തിന് പുറത്തും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ പല സമയത്തും നമ്മൾ അവരുടെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത് ചിന്തിക്കാറില്ല. ഇങ്ങനെ കുടുംബം തകർക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ മനഃശാസ്ത്രം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് അഡിക്ഷനാണ്. അതായത് ചില വ്യക്തികൾക്ക് സമാധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ബോറ് അടുപ്പിക്കുമെന്നുള്ളതാണ്. ആ സമയത്ത് അവർ സമാധാനക്കേടുണ്ടാക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തിടുകയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അന്നേരം ലഭിക്കുന്നതായിട്ടുള്ള എനർജിയാണ് അവർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റിൽ നിന്നാണ് അവർ അവരുടെ എനർജീനെ കൂട്ടിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു മനഃശാസ്ത്ര വശമാണ്. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുര എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ മനസ്സില്ല, സ്വന്തം ജീവിതം പരാജയമായിട്ട് ഇരിക്കുകയും അതേപോലെ തന്നെ അലസതയിലും കഴിയുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് കുടുംബങ്ങളെ എത്തിച്ചേർക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എനിക്കാരുമില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ അവർ കുടുംബത്തിൽ നാടകം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. കാരണം അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെയൊക്കെ ശ്രദ്ധ കേന്ദ്രമായിട്ട് മാറുക, എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് കിട്ടുക എന്നുള്ളതാണ് അവരുടെ സബ് കോൺഷ്യസ് മോട്ടീവ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റി ആൻഡ് വാലിഡേഷൻ ആണ്. അതായത് സ്വന്തം വില കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് കയറി ഇടപെട്ടിട്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് താൻ എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുക എന്നുള്ളത്. അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ജലസി അല്ലെങ്കിൽ അസൂയാണ്. ജലസി ഡൈനാമിക്സ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? വെരി സിമ്പിൾ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ സന്തോഷിക്കുന്ന കാണുന്ന സമയത്ത് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്വന്തം അധ്വാനിച്ചിട്ടില്ല, സ്വന്തം പ്രവർത്തിച്ചിട്ടില്ല, വേറുള്ളവൻ്റെ ജീവിതം നോക്കിയിരിക്കുന്നു, അവൻ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതാണ് പിന്നീട് ജലസി ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ അസൂയ പൂണ്ട് കഴിയുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും? ഈ ബന്ധങ്ങളെയും കുടുംബങ്ങളെയും തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടും എന്നുള്ളതാണ്. മാനസിക രോഗങ്ങൾക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും സൈക്കോളജിക്കൽ സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലും പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉള്ളവരിലൊക്കെ ഈ സ്വഭാവങ്ങളൊക്കെ നമുക്ക് കാണാനുള്ള സാധ്യത വളരെയധികമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ അത് അഡ്മിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ റോള് പരിമിതമാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് മാനിപ്പുലേറ്റീവ് പേഴ്സണാലിറ്റീസ് ആണ്. അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, എന്നിട്ട് അവസാനം അവർ ഇന്നസെന്റ് ആയിട്ട് മാറും. ആ പ്രശ്നത്തിൽ പെട്ടുപോയ മറ്റാൾക്കാരായിരിക്കും അവസാനം കുറ്റക്കാർ എന്നുള്ള രീതിയിൽ വരുന്നത്. അടുത്തതായിട്ടുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അഗ്രഷനാണ്. മുൻപെപ്പോഴും ഉള്ള പക, കോപം, ദേഷ്യം അത് ഉള്ളിൽ കടിച്ചമർത്തി വെച്ചതിന് ശേഷം പിന്നീട് അവസരങ്ങൾ വരുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അത് ചിലപ്പോൾ ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് വഴിയായിരിക്കും, അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് മറ്റു വ്യക്തികൾ മുഖേന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഡിവൈഡ് ആൻഡ് റൂൾ സൈക്കോളജിയാണ്. അതായത് ഓരോരുത്തരെയും തമ്മിൽ തെറ്റിച്ചതിന് ശേഷം സ്വന്തം പവർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ശ്രമം. നെക്സ്റ്റ് ഈസ് അബൌട്ട് നെഗറ്റീവ് തിങ്കിങ് ആണ്. എല്ലാ പരിഹാരത്തിലും ഒരു പ്രശ്നം കാണുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ ചുറ്റിനുള്ള ആളുകൾക്കോ കുടുംബത്തിനോ സമാധാനം കൊടുക്കാൻ സാധിക്കില്ല. ബന്ധങ്ങളെയും കുടുംബങ്ങളെയും തകർക്കാനായിട്ട് അവരുടെ ഈ സ്വഭാവം കാരണമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എനർജി കിട്ടുന്നത് കെയോസ് ഉണ്ടാകുന്ന സമയത്താണ്. എപ്പോഴും പ്രശ്നങ്ങൾ വേണം. അങ്ങനെയുള്ള വ്യക്തികൾ ഉള്ള സ്ഥലത്ത് ഒരിക്കലും സമാധാനം കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വന്തം വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകൾ, മറ്റുള്ളവരെ ബഹുമാനിക്കാനായിട്ട് സാധിക്കാത്ത ആളുകൾ, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിൽ തന്നെ സന്തോഷം കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള സന്തോഷവും സമാധാനവും കണ്ടെത്താനായിട്ട് സാധിക്കാത്ത വ്യക്തികളാണ് പലപ്പോഴും കുടുംബങ്ങളിലും ബന്ധങ്ങളിലും വിള്ളൽ ഉണ്ടാക്കുന്നത്. അവരോട് ദയവുള്ളവരായിരിക്കുക, അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള പാറ്റേൺസിനെ തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ, കുഴികളിൽ ചാടാതെ എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ് ഈ ഒരു ചെറിയ ടോക്ക്. നമസ്തേ.